കൊടകരയിൽ ബി.ജെ.പി. നേതാക്കളെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ഇ.ഡി. ഹൈവേ റോബറി സംഘത്തെ മാത്രം പ്രതികളാക്കി കള്ളപ്പണക്കേസ് അവസാനിപ്പിച്ചു. നിയമപ്രകാരം കവർ ചെയ്ത കള്ളപ്പണത്തിന്റെ ഇടപാട് മാത്രം അന്വേഷിച്ചാൽ മതിയെന്നാണ് ഇ.ഡിയുടെ നിലപാട്. 4 ആഴ്ചയ്ക്കകം പ്രത്യേക കോടതിയിൽ കുറ്റപത്രം നൽകുമെന്ന് ഇ.ഡി ഹൈക്കോടതിയെ അറിയിച്ചു. കൊടകരയിൽ കവർ ചെയ്ത 3.5 കോടിയടക്കം 41.2 കോടി രൂപയുടെ കള്ളപ്പണം ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി എത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗം ലഹർ സിംഗിന്റെ പേരടക്കം സംസ്ഥാനത്തേക്കെത്തിയ കള്ളപ്പണത്തിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇ.ഡിക്ക് നൽകിയിരുന്നത്. കള്ളപ്പണം കൊണ്ടുവന്ന വാഹനങ്ങൾ, ഡ്രൈവർമാർ, ഏതൊക്കെ ബി.ജെ.പി. നേതാക്കൾക്ക് പണം കിട്ടി തുടങ്ങി മുഴുവൻ വിവരങ്ങളും ഇതിലുണ്ടായിരുന്നു. എന്നാൽ ബി.ജെ.പിക്ക് വന്ന കോടികളുടെ പണത്തിന് പിന്നാലെ പോകാൻ ഇ.ഡി തയ്യാറായില്ല. അന്വേഷണം കവർച്ചാ സംഘത്തിൽ ഒതുക്കിയാണ് കുറ്റപത്രം വരുന്നത്. കരിവെന്നൂരിലടക്കം ഇ.ഡി എടുത്തിട്ടുള്ള നിലപാട് നമുക്ക് മുന്നിലുണ്ട്. രാഷ്ട്രീയം നോക്കാതെ ഉന്നത നേതാക്കളിലേക്ക് പണത്തിന്റെ ഉറവിടം തേടി ഇ.ഡി എത്തിയത്. എന്തുകൊണ്ടത് കൊടകരയിൽ ഉണ്ടാകുന്നില്ല? അതാണ് രാഷ്ട്രീയ ചോദ്യം. അതിന് ഇ.ഡിക്ക് മറുപടി നൽകേണ്ടി വരും. കൊടകര കേസ് ഇ.ഡി പൂട്ടിക്കെട്ടുമ്പോൾ നിയമ നടപടികൾ അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. കള്ളപ്പണത്തിന്റെ ഉറവിടത്തിലേക്ക് ഇ.ഡി പോകാത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കും. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.